ഇന്ന് രാവിലെ ഞാൻ ഓടിപ്പിടിച്ച് പോയില്ലേ ഇവിടെ സ്വിമ്മിങ്ങിന് പോയില്ലേ. കറക്റ്റ് 12 എത്ര ഞാൻ വേഗം ഒരു ചായയും വാങ്ങി കുടിച്ച് ഒന്നും കഴിച്ചില്ലായിരുന്നു. കഴിക്കാനായിട്ട് മുട്ട തീർന്നു. രാവിലെ കോഴിമുട്ടയല്ലേ, അപ്പം പിന്നെ മുട്ട തീർന്നു. പിന്നെ ഒരു ചായയും ഡെക്ക് പപ്സും വേഗം കഴിച്ച് ചാടി സ്വിമ്മിങ് പൂളിൽ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ആരുമില്ല, പണിക്കാരന്മാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എവിടെ, അതോ ബംഗാളി ചേട്ടനും. ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളവരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഇന്നില്ലല്ലോ, ഇന്ന് ലീവാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചു അവരെ. വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു ലീവാണല്ലോ എന്ന് പറഞ്ഞു. മെസ്സേജ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന്, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഇൻസ്റ്റയിലുള്ളവരും ടെലിഗ്രാമിലുള്ളവരും വിചാരിക്കും ഇവള് മെസ്സേജ് അയച്ചാൽ പോലും ഇവള് നോക്കൂല എന്ന്. ഞാനൊരു മെസ്സേജും നോക്കാറില്ല. അത് ഇങ്ങനെ മനസ്സിലായില്ലേ. ഒന്നാമത് സമയമില്ല. ഇപ്പോഴൊക്കെയാണ് ഞാൻ മൊബൈലൊന്നും എടുത്തെങ്കിലും തുടങ്ങിയത്. ഒരു 3 കൊല്ലമായിട്ടും എൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. എന്നാലട്ടെ ഞാൻ പറഞ്ഞില്ല, ഒരു പണിയെടുക്കാൻ എനിക്ക് കുറേ ടൈം വേണം. എന്നാലട്ടെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തൊന്നുമില്ല എന്ന് പറയാൻ പറ്റും. കുറേ സമയം എടുക്കും ഓരോ കാര്യത്തിനും. അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ബ്രെയിനും കൂടെ വർക്ക് ചെയ്യണം. ബ്രെയിൻ വർക്ക് ചെയ്താലേ നമുക്ക് സപ്പോർട്ട് വരണം, മനസ്സിലായോ? എന്നാലേ നമുക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തും ചെയ്യാൻ പറ്റുന്നത് എനിക്കിപ്പോൾ ലൈവ് ഇടുന്നതാണ്. മനസ്സിലായി, ലൈവ് ഇടുമ്പോൾ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ആരും എന്നെ തളർത്തരുത് കേട്ടോ, ദയവ് ചെയ്ത്. പിന്നെ നിങ്ങളുടെ കമൻസ്, എല്ലാവരുടെയും കമൻസ് വായിക്കുന്നുണ്ട്. ബാഡ് കമൻ്റ് ആയാലും ഗുഡ് കമൻ്റ് ആയാലും ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്നെ സമ്മതിക്കണമല്ലേ. ബാഡ് കമൻറ്റ് വരെ ഞാൻ വായിക്കുന്നുണ്ട്, കാരണം കണ്ടിട്ടില്ല. എല്ലാം വായിച്ചു വരുമ്പോൾ അവസാനം എത്തുമ്പോഴേക്കും എൻ്റെ അറിയുന്നത്. പിന്നെ സാറില്ല, അവർക്ക് ഡിസോർഡർ ആണെന്ന് എനിക്ക് മനസ്സിലാവും. മെൻ്റലാണെന്ന് നമുക്കറിയാമല്ലോ. മെൻ്റൽ വേറെ വെർഷനാണ്. അതൊക്കെ ഓരോരോ ഡിസോർഡർ ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത. അവരോട് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. അവരൊരിക്കലും സമ്മതിക്കില്ല അവർക്ക് ഡിസോർഡർ ആണെന്നുള്ള. അവരൊരിക്കലും അംഗീകരിക്കുകയില്ല. അവരെ പിടിച്ചു കെട്ടി, നിങ്ങൾ വീട്ടുകാർക്ക് അറിയാമെങ്കിൽ പിടിച്ചു കെട്ടി തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതാണ്. മറ്റുള്ളവർ പരാതി പറയുന്നുണ്ടാവും നിങ്ങളോട്, നിങ്ങളുടെ മകൻ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. എനിക്കറിയാമെന്നുള്ളൊരു പെണ്ണുണ്ട്, കാണാൻ നല്ല സുന്ദരിയാണ്, പക്ഷേങ്കിൽ ഭയങ്കര മോഷണമാണ്. സുന്ദരിയാന്ന് വെച്ചാൽ സുന്ദരിയാണ്. പിന്നെ പക്ഷേങ്കിൽ അവർ വീട്ടുകാർക്ക് അറിയാൻ പറ്റും. ചെറുതിലേ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, കുറച്ച് വലുതായതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്ത്. അറിഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പം കൊച്ചു ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നുമില്ല. അതൊക്കെ ഒരു ഡിസോർഡറാണ്. ആ പല ഡിസോർഡറുകളുടെയും പേരുകളൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. കാണാപ്പാടം പഠിച്ച് അതും കൂടെ പഠിക്കാനുള്ള ശക്തി എനിക്കില്ല. പിന്നെ ഞാൻ ഓരോന്നായിട്ട് എനിക്കുള്ളത് ഞാനൊന്ന് പഠിച്ച് തീർക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ എല്ലാം പേരുകൾ ഞാൻ പഠിച്ചിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ സൈക്കോളജി പഠിക്കാൻ ഞാൻ ഇറങ്ങിയാണ്, അപ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ഞാൻ എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. പിന്നെ ഓരോരുത്തർ നന്നാവുന്നതിൽ അസൂയ, അതൊക്കെ ഒരു ഡിസോർഡറാണ്. ചിലർ ആ ദേഷ്യം വീട്ടിലുള്ളവരോട് തീർക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തീർക്കും. അതൊക്കെ ഒരു തരത്തിൽ ഡിസോർഡറാണ്, അവർക്ക് പോലും അറിയാണ്ട്. മനസ്സിലായോ? അവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരാൾ ഒരുങ്ങി നടക്കുമ്പോൾ അവരോട് ഒരു അസൂയ തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എല്ലാവരോടും അങ്ങനെ ആ വ്യക്തിയോട് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറെ കണ്ടിട്ട് പറയണം. ആരും അറിയണ്ട, പോയി കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടറെ ഇങ്ങനെ ആ ആളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം, അവരിങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ആ ദേഷ്യം. മനസ്സിലായോ? ഇഷ്ടമാണ് ഉള്ളിൽ. അതുപോലെ ചിലർ ഭർത്താവില്ലാത്തവരായിരിക്കും കൂടുതലും. ചിലർ മക്കളെ അടിക്കും. മനസ്സിലായോ? ചിലപ്പോൾ വലിയവരൊന്നും പറയില്ലായിരിക്കും, ആ ദേഷ്യം മൊത്തം മക്കളോട് തീർക്കും. അതൊക്കെ ഒരു തരത്തിലൊരു ഡിസോർഡറാണ്. അതൊന്നും പഴയ ആൾക്കാരൊന്നും സമ്മതിച്ച് തരില്ല. അതൊക്കെ നിങ്ങൾ ഡോക്ടറെ തന്നെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വാട്സപ്പ് പോലും അപ്പോൾ നോക്കില്ല എന്ന് മനസ്സിലായല്ലോ. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചത് ഞാൻ രാത്രിയായിട്ട് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ നെക്സ്റ്റ് ഡേ ഇട്ടാണ് ഞാൻ കാണാൻ പോയതെന്ന്. കാരണം അന്ന് രാത്രി വണ്ടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുക്കാൻ വന്നു കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്നോടൊരു മരണത്തിന് പോയി ആര് മരിച്ചു, ഇന്ന ആളുടെ അമ്മ മരിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അറിഞ്ഞില്ല. അപ്പം എന്നോട് രാവിലെ മെസ്സേജ് നോക്കണം, രാവിലെ മരിച്ച ആളെ നീ ഇതുവരെയും കണ്ടില്ല എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാൻ മൊബൈൽ എടുക്കണ്ടേ എന്നാലല്ലേ കാണുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു നീ മൊബൈൽ എടുക്കലുണ്ട്, യൂട്യൂബിൽ കയറി മെസ്സേജ് കൊടുക്കാനും യൂട്യൂബുകാർക്ക് റിപ്ലൈ കൊടുക്കാനും. നീ ഇതിനെല്ലാം എടുക്കലുള്ളൂ ഇപ്പോൾ, അല്ലെങ്കിൽ പഠിത്തം, രണ്ടിലേതെങ്കിലും അല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും നീ നോക്കുന്നുണ്ടാന്ന് ചോദിച്ചു. സത്യമാണ്.
ഞാൻ ആരുടെയും സ്റ്റാറ്റസ് നോക്കലില്ല. ഇതിനൊന്നും സമയമില്ല. മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, പല ഇതും ഞാൻ നിങ്ങൾക്ക് ആക്കുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, സ്വിമ്മിംഗ് പൂളിൻ്റെ ഡ്രസ്സ് തന്നിട്ടില്ല, ബ്രാ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ വേറെ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇന്ന് ഞാൻ കുറേ തപ്പി ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഓടാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു കോട്ട് ഇട്ടുകൊണ്ടായിരുന്നു ഓടിയത്. ചെന്നിട്ട് അത് കോട്ടം കൂരിയിട്ടിട്ട് ചാടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്, പാൻറ്റ് മൂരിയിട്ടിറങ്ങി ചാടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടാണ് പോയത്. മറ്റേ ഫ്രോക്ക് ടൈപ്പാണ്. ചിലപ്പോൾ എനിക്കിപ്പോൾ കയറുമായിരിക്കും തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് തപ്പി, അത് കിട്ടിയില്ല. അപ്പോൾ ഞാനെന്താ പറഞ്ഞുകൊണ്ട് വന്നത്, തുടക്കം അവസാനിക്കുന്നതായിരിക്കും, തുടക്കം ഒന്നായിരിക്കും. നിങ്ങളതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്ഷമിക്കണം കേട്ടോ, അതെൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ എന്താ അപ്പോൾ ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമിലുള്ളവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ വാട്സപ്പിലെ മെസ്സേജ് പോലും നോക്കാറില്ല എന്ന് വെച്ചാൽ നോക്കൽ കുറവാണ്, ഫോൺ എടുക്കൽ കുറവാണ്. അത് ഞാൻ എപ്പോഴും പറയില്ല, ആരും ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ അഡിക്ഷനും അല്ല. എൻ്റെ കൂടെ അവിടെ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്തവർക്കറിയാം. ആരാ അവൻ്റെ പേരെന്താ, ഷിൻഡോയാ, എടാ പേരെന്താടാ പറയടാ. അവനോട് ചോദിച്ചോക്കെ ഞാൻ മൊബൈൽ എടുത്തോന്ന്. ഞാൻ മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കില്ല. കാരണം ചുറ്റിനും എല്ലാവരും അബ്സർവ് ചെയ്യും. പിന്നെ അബ്സർവ് ചെയ്ത് ഓരോരുത്തരുടെയും മൈന്യൂട്ടായിട്ട് ഞാനങ്ങനെ അങ്ങനെ നോക്കും. അതായത് ആണുങ്ങളല്ല നോക്കുന്നത്, ആണുങ്ങളെ നോക്കാറൊന്നുമില്ല കേട്ടോ. പൊതുവെ ആണുങ്ങളുടെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് എന്നല്ല, ഒരു എന്തായാലും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത കൂടുതലാണ് ഞാൻ. അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ബോണ്ട് വരണം, മനസ്സിലായോ? അല്ലാണ്ട് എന്നെ ഇങ്ങനെ ഇരുന്ന് വായി നോക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നണമല്ലോ. വല്ല കളന്മാരും വായി നോക്കാതെ ഞാൻ അടിച്ച് തന്നെ കളന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നല്ല കൊടുക്കൂട്ടാറ്. ചെറുപ്പക്കാർ നോക്കിയാലും ഞാൻ കൊടുക്കും. ചോദിക്കും എന്താണ് ഇങ്ങനെ നോക്കാനായിട്ട്, ഇത്രമാത്രം നോക്കാൻ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ അവരെ പറഞ്ഞും ബോധ്യപ്പെടുത്തി കൊടുക്കും, ഇങ്ങനെയൊന്നും നോക്കരുത്, എന്താ നോക്കാനുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ കളന്മാരോട് ഞാൻ കുളിച്ചിട്ടിരിക്കുന്ന കളന്മാരോട് എന്ത് പറയാൻ, അല്ലാത്തവരോടൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കുറേ പേർക്ക് അറിവില്ലായ്മയുണ്ട്, കുറേ പേർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുത്താലേ അറിയുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങി എവിടെ നിന്നാണ് അവസാനിച്ചതെന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളെന്നെ സഹിച്ചേ പറ്റുള്ളൂ. ചിരിക്കാനല്ലാണ്ട് വേറൊന്നിനും അറിയില്ല.